കൂട്ടുകാരെ, നമുക്കൊന്ന് നല്ല അടിപൊളി കൽമാസ് മുട്ട കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ 5 കോഴിമുട്ട പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് മുട്ട ഇങ്ങനെ ഉണ്ണി പൊട്ടാതെ രീതിയിൽ അരിയാട്ട. ഞാനിവിടെ ഒരു മുട്ട 8 കഷ്ണമായിട്ടാണ് എടുക്കുന്നത്. 5 എണ്ണം ഇതേപോലെ അരിഞ്ഞെടുക്കുക. അഞ്ച് മുട്ടയും നമ്മളിപ്പോൾ അതേപോലെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാൻ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലിടാം. ഇനി 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് വലിയ ജീരകം. ഇത് അടച്ചിട്ട് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം. തേങ്ങ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, വല്ലാതെ അരഞ്ഞു പോവരുത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് മാവ് ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മളിത് ചതച്ച് കൊണ്ടുവന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഈ മാവ് കുഴയ്ക്കണത് ചൂടുവെള്ളത്തിലാണ് കേട്ടോ. ഞാനിവിടെ മാവ് കുഴയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പാകമുണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇതിനി ഇറക്കി വെക്കാം. ഇനി നമുക്കിതിൽ തിളച്ച വെള്ളം കോരി ഒഴിച്ചിട്ട് മാവിനൊന്ന് യോജിപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് ചൂടാറട്ടെ. ഇതിപ്പോൾ നമുക്ക് പൊടിയൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് കൈക്ക് പിടിക്കാൻ മാത്രമുള്ള ചൂട് വരുമ്പോൾ പൊടി നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ നൂൽപുട്ടിന് കുഴയ്ക്കണ പാകത്തിനാണ് ഇത് കുഴക്കേണ്ടത് കേട്ടോ. മാവ് കുഴയ്ക്കൽ കഴിഞ്ഞ് ഇതിവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ 3 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊന്ന് മാറട്ടെ. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലിനി മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. അതിലൊരു 1.5 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 1/4 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ മാറിയ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
നമുക്ക് നന്നായിട്ട് ഉപ്പ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ട് ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇതാ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളിട്ട കോഴിമുട്ട ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്കിതിൽ ലേശം കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ലേശം മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ടയുടെ ഉണ്ണിയൊക്കെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകും കേട്ടോ. അതൊന്നും നോക്കണ്ട. ചിലത് ഉടയാതെ കിടക്കും, കണ്ടില്ലേ? പതുക്കെ ഇളക്കിയാൽ മതി, അപ്പോൾ ഉടയില്ല. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. കൽമാസ് നമുക്ക് ആവിയിലാണ് വേവിക്കേണ്ടത്. അതിന് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കത് കൽമാസാക്കി എടുക്കാം. കൽമാസ് ഉണ്ടാക്കാൻ്റെ മാവിൻ്റെ പാകം ഇതാണ് കേട്ടോ. കണ്ടില്ലേ? ഇതിനേക്കാളും കട്ടി കുറഞ്ഞാൽ പൊടിഞ്ഞു പോവും, പൊട്ടും. അതുകൊണ്ടാണ് ഈ കുഴയ്ക്കുന്നത്. നമുക്കിനി ഇത് കൽമാസാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുള മാവ് എടുക്കാം. എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെ ഉരുട്ടുക. ഇങ്ങനെ ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തുക. കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയാൽ ഒട്ടി പിടിക്കില്ല, കണ്ടില്ലേ? ഇതിൽ നമുക്ക് മസാല വെക്കാം. തോനെ മസാല വെക്കണ്ട കേട്ടോ. ഒരു 1.5 സ്പൂണൊക്കെ വെച്ചാൽ മതി. വലുപ്പത്തിനനുസരിച്ച് മസാല വെച്ച് കൊടുക്കുക. നമുക്കിത് ഇങ്ങനെ മൂട്ടിയെടുക്കാം നീളത്തിൽ. ഉരുട്ടിയെടുക്കുക. ഈ അറ്റമൊക്കെ നന്നായിട്ട് മൂട്ടണേ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. എല്ലാം അത് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. ഇതാ ഇതേപോലെ നമുക്ക് എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിൽ ലേശം എണ്ണ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കൽമാസ് ഓരോന്നായിട്ടിതിൽ പുറക്കി വെക്കാം. നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോഴേ ഇതിനേക്കാളും ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇത് നമ്മൾ വീഡിയോ എടുക്കണതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ എല്ലാതും വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അയ്യോ, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഒന്നൊന്നായിട്ട് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കിനി എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. നമുക്കിനി 2 സ്പൂണ് കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ്. ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് നമുക്ക് ലേശം ഉപ്പും കൂടി ഇടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇതാ ഈ പരുവത്തിൽ വേണം മുളക് പൊടി കലക്കാൻ കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ. ഇനി അത് പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഇതിൻ്റെ വാലിലൊക്കെ മുളക് പെടണം കേട്ടോ. മസാല ഇത്തിരി കളറ് കാശ്മീർ മുളക് പൊടിയാണ്. അടുത്ത ഒരെണ്ണം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് ആവട്ടെ. ഇത് വല്ലാതെ പൊരിയുണ്ട് കേട്ടോ. എല്ലാ മസാലയും മാവൊക്കെ വെന്തതാണ്. അപ്പോൾ ഈ മുളക് മാത്രം ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഇടുന്നത്. ഇനി നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് എല്ലാ സൈഡും മുളകിൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മുടെ കൽമാസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലെടുത്ത് ഒന്ന് മുറിച്ച് നോക്കാം. നമുക്കിതിലൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അയ്യോ കണ്ടില്ലേ, ഉള്ളിൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയും കോഴിമുട്ടയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോഴിമുട്ട കൊണ്ടുണ്ടാക്കിയ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇത് കോഴിമുട്ട കൊണ്ട് മാത്രമല്ല, ചിക്കൻ കൊണ്ടും ഉണ്ടാക്കാം, ബീഫ് കൊണ്ടും ഉണ്ടാക്കാം. ഇറച്ചി എന്നുള്ള എല്ലാ ഇറച്ചിയിലും ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പത്തിരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ടൈം മതി ഇത് ഉണ്ടാക്കാനും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.